2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ ഭരണത്തിൽ വരാൻ കഴിയാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മലബാറിലെ ജില്ലകളിൽ കോൺഗ്രസിനും UDF-നുമുണ്ടായ സമ്പൂർണ്ണ പരാജയമാണ്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ 2026 ഏപ്രിൽ മാസം 9-ന് കേരളം വിധിയെഴുതാൻ പോകുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ കാര്യങ്ങൾ അങ്ങനെയല്ല. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം ജില്ലകളിൽ ഉജ്ജ്വലമായ മുന്നേറ്റമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം രാഹുൽ ഗാന്ധി തന്നെയാണ്. രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം വലിയ ആവേശമാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കുണ്ടാക്കിയത്. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും, കോഴിക്കോട് ജില്ലയിലെ വടകര, നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, ബാലുശ്ശേരി, എലത്തൂർ അടക്കമുള്ള നിയോജക മണ്ഡലങ്ങളിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന റോഡ് ഷോ വലിയ തരംഗമായി മാറിയിരിക്കുകയാണ്. ആയിരങ്ങളാണ് ഈ റോഡ് ഷോയിൽ പങ്കാളികളാകാൻ എത്തിയിരിക്കുന്നത്. വലിയ ആവേശത്തോടു കൂടി രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേൾക്കാൻ, അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തെ ശ്രവിക്കാൻ വലിയ ആൾക്കൂട്ടമാണ് ഒഴുകിയെത്തിയത്. കത്തിജ്വലിക്കുന്ന വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ആയിരങ്ങൾ ഓരോ നിയോജക മണ്ഡല കേന്ദ്രങ്ങളിലേക്കും ഒഴുകിയെത്തിയെന്ന് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഹൃദയത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ജനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തിരിച്ചുവരവിന് ഒരുങ്ങുന്ന കോൺഗ്രസിന് കേരളത്തിൽ ഇത്തവണ അധികാരം പിടിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ കേരളത്തിലേക്ക് പ്രചരണ പ്രവർത്തനങ്ങൾക്കായി എത്തിക്കൊണ്ടിരിക്കുന്നതും. ഇന്ന് കോഴിക്കോട് ജില്ലയിലെ നിയോജക മണ്ഡലങ്ങളിൽ നടത്തിയ ആ റാലി റോഡ് ഷോയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടായിരിക്കുന്നു. ഈ ജനപങ്കാളിത്തം വോട്ടായി മാറിയാൽ മികച്ച ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസിൻ്റെ UDF-ൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു വരാൻ കഴിയും. 2001 തെരഞ്ഞെടുപ്പിന് ശേഷം കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു കോൺഗ്രസ് MLA ജയിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ പേരുദോഷം മാറ്റാൻ അരയും തലയും മുറുക്കി ആവനാഴിയിലെ അസ്ത്രങ്ങളെല്ലാം പുറത്തെടുത്താണ് കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന, UDF സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന മണ്ഡലങ്ങളിൽ റോഡ് ഷോയുമായി കടന്നു വന്നതും. ആ റോഡ് ഷോ വളരെ വലിയ ആവേശമായി, പ്രവർത്തകർ വലിയ വികാര വായ്പോടുകൂടിയാണ് രാഹുൽ ഗാന്ധിയെ സ്വീകരിച്ചത്. രാഹുൽ ഗാന്ധി നമുക്കറിയാം, വിദ്വേഷത്തിനെതിരെ ഭാരത് ജോഡോ യാത്ര നടത്തി, വെറുപ്പിൻ്റെ കമ്പോളത്തിൽ സ്നേഹത്തിൻ്റെ കട തുറന്ന് സംഘപരിവാറിനെതിരെ സന്ധിയില്ലാ പോരാട്ടം നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. ആ രാഹുൽ ഗാന്ധി പറയുന്നത് എന്താണെന്ന് കേൾക്കാൻ, ആ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ശ്രവിക്കാൻ, രാഹുൽ ഗാന്ധിയെ കാണാൻ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള വലിയ ജനക്കൂട്ടം എത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് കൊഴുപ്പേകുകയാണ്, അവരുടെ സ്വപ്നങ്ങൾക്ക് നിറം പകരുകയാണ്. അതായത് ഏപ്രിൽ 9-ന് കേരളം വിധിയെഴുതി മെയ് 4-ന് വോട്ടെണ്ണി കഴിയുമ്പോൾ കോഴിക്കോട് ജില്ലയിൽ നിന്ന് കൂടുതൽ MLA-മാരെ നിയമസഭയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വം അവകാശപ്പെടുന്നതും കണക്കുകൂട്ടലും. അത്രത്തോളമുള്ള ജനസഞ്ചയമാണ് രാഹുൽ ഗാന്ധിയുടെ പരിപാടിക്കായി എത്തുന്നത്. ചരിത്രത്താളുകളിൽ അന്തിയുറങ്ങുന്ന കോഴിക്കോടിൻ്റെ ഗ്രാമനഗര വ്യത്യാസമില്ലാതെ രാഹുൽ ഗാന്ധിയെ കാണാൻ ആയിരങ്ങൾ ഒഴുകിയെത്തുന്ന കാഴ്ച. കടത്തനാടിൻ്റെ മണ്ണിനെ ഹർഷപുളകിതമണിയിച്ചാണ് നാദാപുരത്തെയും വടകരയിലെയും റോഡ് ഷോ പൂർത്തീകരിച്ചത്. കൊയിലാണ്ടിയിലും പേരാമ്പ്രയിലും ബാലുശ്ശേരിയിലും എലത്തൂരിലുമെല്ലാം വലിയ ജനസഞ്ചയം രാഹുൽ ഗാന്ധിയെ കാണാനെത്തി. എന്തായാലും ആവേശത്തിനൊട്ടും കുറവില്ല. കത്തിജ്വലിക്കുന്ന മീന സൂര്യനെ പോലും അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പരിപാടിയിലേക്ക് ഒഴുകിയെത്തിയ ആൾക്കൂട്ടം, ആ ആൾക്കൂട്ടം കോൺഗ്രസിനെ സ്നേഹിക്കുന്നവരാണ്, ഐക്യജനാധിപത്യ മുന്നണിയെ സ്നേഹിക്കുന്നവരാണ്. സംസ്ഥാന സർക്കാരിനെതിരായ ജനങ്ങളുടെ വികാരം ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടായി മാറുമ്പോൾ അത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി വിധിയെഴുതും. അതിൻ്റെ കാഹളം മുഴക്കുകയാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയിൽ പരിപാടിക്ക് കാണുന്ന ആൾക്കൂട്ടം വെറും ഒരു രാഹുൽ ഗാന്ധിയെ കാണാൻ എത്തിയവരല്ല, കേരളത്തിലെ ജനങ്ങളുടെ പ്രതിഷേധത്തിൻ്റെ പ്രതീകമായി കൂടി നമുക്കതിനെ വിലയിരുത്താൻ സാധിക്കും. എന്തായാലും രാഹുൽ ഗാന്ധിയുടെ വരവ് കോഴിക്കോട്ടെ കോൺഗ്രസ് ക്യാമ്പിനെ വലിയ ആവേശത്തിൻ്റെ കൊടുമുടിയിൽ എത്തിച്ചിരിക്കുന്നു. ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനങ്ങൾ, അദ്ദേഹത്തിൻ്റെ പ്രസംഗം എല്ലാം ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇത് കോൺഗ്രസിനും ഐക്യജനാധിപത്യ മുന്നണിക്കും അനുകൂലമായി വിധിയെഴുതുമ്പോൾ ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടു കൂടി കോഴിക്കോട്ടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വിജയിച്ചു വരാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ.